അച്ഛന്റെ വേദനയും രോദനവും സങ്കടവും ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹം CBI അന്വേഷണം എതിർത്തതിന് വേണ്ടെന്നുള്ള ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. 4.5 മണിക്കൂറോളം വന്ദനയ്ക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുതുതായി പുറത്തു വരുന്ന വിവരങ്ങളാണ്. അതെന്തൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, അന്ന് ആശുപത്രിയിൽ സംഭവിച്ചത്, പുറം ലോകം ഇനിയും അറിയാത്ത കാര്യങ്ങൾ? പക്ഷേ കഴിഞ്ഞ വർഷം മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ അതിദാരുണമായ കൊലപാതകം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടക്കുന്നത്. ഈ സംഭവം നടന്ന ഇന്നേ വരെ തന്നെ, ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുൻപ് വരെ തന്നെ മറ്റു ഒരു കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിനെതിരെയോ അതുപോലെ തന്നെ ഈ പോലീസ് സംവിധാനത്തെക്കുറിച്ചോ ഒന്നും തന്നെ വന്ദനയുടെ കുടുംബം പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു പ്രതികരണമായി വന്ദനയുടെ കുടുംബം തന്നെ, അച്ഛൻ തന്നെ രംഗത്ത് വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിയാണ്. CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ നൽകിയ ഹർജി, മാത്രമല്ല കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബം വളരെ വ്യക്തമായി തന്നെ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും രംഗത്ത് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ ഒന്നും തന്നെയില്ല. എന്നിട്ടും ഈ CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തിനാണെന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് വന്ദനയുടെ അച്ഛൻ ചോദിക്കുന്നത്. മാത്രമല്ല, അക്ഷയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട 4.5 മണിക്കൂറോളം തങ്ങളുടെ മകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന സംഭവമുണ്ടായി. അതും തന്നെ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഇതുവരെ ആരോടും തങ്ങൾ പ്രതികരിച്ചിട്ടില്ല. 4.5 മണിക്കൂർ എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാൻ, ഒരുപക്ഷെ വന്ദനയുടെ ജീവൻ രക്ഷിക്കാനുള്ള സമയമായിരുന്നു. ആ സമയത്തൊന്നും തന്നെ പോലീസോ അതുപോലെ തന്നെ ആശുപത്രി സംവിധാനങ്ങളോ ഒന്നും കൃത്യമായി ചെയ്തില്ല. അരമണിക്കൂർ കൊണ്ട് ആംബുലൻസ് എത്തി കൃത്യമായി ഏതെങ്കിലും അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകാമായിരുന്നു. സമീപത്ത് 3-4 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ ഒന്നും പോകാതെ ഒരു 1.5 മണിക്കൂർ അടുത്താണ് അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിയത്. ഈ സമയം കൊണ്ട് തന്നെ വന്ദനയ്ക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മാത്രമല്ല, ഈ കൂടെ ഉണ്ടായിരുന്ന പ്രതികൾ വന്ദനയെ പ്രതിക്ക് മുന്നിലേക്ക് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ വന്ദനയെ പ്രതിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. മാറി നിന്ന് ലൈവ് കാണുകയായിരുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ കുടുംബം ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്ക് വീണ്ടും അപ്പീലുമായി പോകാനാണ് ഇപ്പോൾ വന്ദനയുടെ അച്ഛൻ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, IMA ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായ ആദ്യ സമയത്തൊക്കെ തന്നെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലെത്തി പിന്തുണയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് പിന്തുണ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ഈ വിഷയത്തിൽ കാര്യമായ പിന്തുണ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായില്ല തുടങ്ങിയ ആരോപണങ്ങളും ഇപ്പോൾ വന്ദനയുടെ അച്ഛൻ. എന്തായാലും അദ്ദേഹം കുറെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേദനയും അദ്ദേഹം പറയുന്നുണ്ട്.